ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. രാഷ്ട്രപതി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യുക്രൈനുമായുള്ള സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതായും സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണുന്നത് ലക്ഷ്യമിട്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് വാഷിംഗ്ടണിൽ. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധങ്ങൾക്കിടെ ഇന്ത്യൻ തുറമുഖ ബിൽ പാർലമെന്റ് പാസാക്കി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി ശുഭാൻഷു ശുക്ലയെ അഭിനന്ദിച്ചുള്ള ചർച്ചയും ഇന്ന് ലോക്സഭയിൽ നടന്നു. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ സുരക്ഷ ഉറപ്പിക്കുകയാണ് സർക്കാർ നയമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കത്ത് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. സപ്ലൈകോ ശബരി ബ്രാൻഡിൽ 5 പുതിയ ഉൽപ്പന്നങ്ങൾ നാളെ പുറത്തിറക്കും. എറണാകുളം ബോൾഗാട്ടി പാലസിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. അരിപ്പൊടി, പായസം മിക്സ്, പഞ്ചസാര, ഉപ്പ്, പാലക്കാടൻ മട്ട എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷകൾ സെപ്റ്റംബർ മാസത്തിൽ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. തീയതി പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിലൂടെ സമൂഹത്തിലെ സമഗ്ര ഉന്നമനമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി R ബിന്ദു. വയനാട് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ലിംഗനീതി യാഥാർത്ഥ്യത്തിന്റെ നേരറിവുകൾ സ്ത്രീ പദവി പഠന പുസ്തക റിപ്പോർട്ട് പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, അഭിമുഖങ്ങൾ, നവോദയ വിദ്യാലയം, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. ഇടുക്കിയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ 2 ദിവസത്തേക്ക് രാത്രി യാത്ര നിരോധിച്ചു. രാത്രിയും പകലും ഗ്യാപ്പ് റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിംഗും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ 2 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കടുത്ത തലവേദന, പനി, ഛർദി, കഴുത്ത് തിരിക്കാനും വെളിച്ചത്തിലേക്ക് നോക്കാനുമുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. യുവാക്കൾക്ക് നിർബന്ധിത സൈനിക പരിശീലനം നൽകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെജിമെന്റിന്റെ 250ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വീർ യാത്ര ബൈക്ക് റാലിയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മയക്കുമരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 120 പേരെ അറസ്റ്റ് ചെയ്തു. 110 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് വിൽപ്പന സംബന്ധിച്ച വിവരങ്ങൾ ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം നമ്പറായ 9497-927797 അറിയിക്കാവുന്നതാണ്. ദേശീയ നഗര ശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ നഗരസഭകളെ ആദരിക്കുന്ന ശുചിത്വ ഭേരി 2025 പരിപാടി മന്ത്രി MB രാജേഷ് മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഹരിതമിത്രം 2.0യുടെ ഔദ്യോഗിക ലോഞ്ചിങ്ങും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ ഗ്രേഡിംഗ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. രാജ്യത്തെ നഗര ശുചിത്വ സർവേയിൽ ഇക്കുറി കേരളത്തിലെ 8 നഗരങ്ങൾ ആദ്യ 100ലും 82 നഗരങ്ങൾ ആദ്യ 1000ലും ഇടം പിടിച്ചിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആഗസ്റ്റ് 30-ന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. അതേസമയം വള്ളംകളി കാണാൻ KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ 12ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ രജിസ്ട്രേഷൻ സുഗമമാക്കുന്നതിനുള്ള പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതിയിലൂടെ 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണി നടക്കുന്ന സാഹചര്യത്തിൽ നാളെ രാത്രി 7 മണി മുതൽ മറ്റന്നാൾ രാത്രി 10 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെടും. ശാസ്തമംഗലം, വെള്ളയമ്പലത്തിനും ശാസ്തമംഗലത്തിനും ഇരുഭാഗങ്ങൾ, വഴുതക്കാട്, തൈക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പൂർണ്ണമായും, ജവഹർ നഗറിലും നന്ദൻകോട്ടും കുന്നുകുഴി, വഞ്ചൂർ വാർഡുകളിലും ഭാഗികമായും ജലവിതരണം തടസ്സപ്പെടും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.